ഫ്രണ്ട്സ് മുക്താറാണ്. അങ്ങനെ വീണ്ടും നമ്മളെ ബൈജുഖാൻ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഒരു വീഡിയോയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ ഒരു ടെസ്റ്റർ 2013 മോഡലല്ലേ, 2013 മോഡൽ ടെസ്റ്റർ ഇങ്ങനെ തരാൻ പോകുന്നത് 2.45 2.85 ചോദിച്ചത്, ലാസ്റ്റ് 2.45 തരാൻ പോകുന്നത്. ഒരു ഇറ പ്ലസ് ഇങ്ങനെ തരാൻ പോകുന്നത് 2012 മോഡൽ 1,30,000 രൂപ. മാക്സിമം ബഡ്ജറ്റ് കാർ എന്ന് പറഞ്ഞാൽ മാക്സിമം ബഡ്ജറ്റ് കാറാണ്. ചെറിയ വണ്ടികളൊക്കെ ഒരുപാട് ആൾക്കാർ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നല്ല ഓഫറിൽ ഇതാ വാഗ്നർ, ആൾട്ടോ, സ്വിഫ്റ്റ്, ഡിസയർ, ഇൻഡിക ഒരുപാട് മോഡലുണ്ട്. അപ്പോൾ ഒരുപാടൊന്നും പറഞ്ഞ് നീട്ടുന്നില്ല. നമ്മളെ കറക്റ്റ് സ്പോട്ട് ഇവിടെ വരുന്നത് ഇത് കരിപ്പൂര് കുമ്മണിപ്പറമ്പ്. നമ്മളെ നേരെ പെട്രോൾ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് കാർ 1-ലുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ തുടങ്ങാൻ പോവാണ്. എല്ലാവരോടും തുടക്കം തന്നെ പറയുന്നത് മാക്സിമം ഇവിടുന്ന് വണ്ടി എടുക്കുകയാണെങ്കിൽ പൂർണ്ണമായും ചെക്ക് ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്കാം അല്ലേ. ഏത് ഇപ്പോൾ ഒരു വർഷാപ്പാരനാണെങ്കിലും അല്ലെങ്കിൽ വർഷാപ്പ് കൊണ്ടുപോയിട്ടാണെങ്കിലും ഓക്കെ, വണ്ടി ചെക്ക് ചെയ്ത് എടുക്കുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, വണ്ടി കാണിക്കുന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ രണ്ടും അത് ഇതാ മാറിപ്പോണ്ട വേറൊരാൾ ഉപയോഗിച്ച വണ്ടിയാണെങ്കിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബസ് തന്നെ നമുക്ക് ടെസ്റ്റർ നിന്ന് തുടങ്ങാം. നമുക്ക് ടെസ്റ്റർ തന്നെ തുടങ്ങാം. അതെങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? 2013 85 85,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്തുണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഇന്ത്യയിലാണ്. RC 2-3 ആയിട്ടുണ്ടാവല്ലേ? ഓക്കെ. പ്രൈസ് ആണ് വരുന്നത് നമുക്ക് 2.45 കൊടുക്കാം. 2.45 കൊടുക്കാം. 2.75 അവിടെ ചോദിക്കുന്നത് 3.4 2.75 ഫൈനലായിട്ട് കൊടുക്കാം. എത്ര ലോൺ കയറും? ഇത് ഏകദേശം ഫുള്ളിന് കയറും. ഫുള്ളാണ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഈ ഒരു എർട്ടിക 2016 ഹൈബ്രിഡ്. 2016 ഹൈബ്രിഡ് ഡീസൽ അല്ലേ വരുന്നത്? ഡീസൽ. ഓൺഷിപ്പ് ആയിരുന്നത് 3 കിലോമീറ്ററോ? കിലോമീറ്റർ 1.22. 1.22. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് ലാസ്റ്റ് ഫൈനൽ പ്രൈസ് പറഞ്ഞാൽ 6 ലക്ഷത്തിന് കൊടുക്കാം. 6 ലക്ഷം രൂപയ്ക്ക്. എത്ര ലോൺ കയറും? ഇത് ഏകദേശം കയറുന്ന വണ്ടിയാണ്, മാക്സിമം കയറുന്ന വണ്ടിയാണ്. ഓക്കെ. ഈ ഒരു ഇയോണോ? ഇയോണ് 2012 ഏതോ ഓപ്ഷൻ ഇറ പ്ലസ്. ഓൺഷിപ്പ് ആയിരുന്നത്? ഓണർഷിപ്പ് 2. കിലോമീറ്ററോ? കിലോമീറ്റർ 95. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് തന്നെ വരുന്നത്? ഇത് 1.35. 1,35,000. 2012 മോഡല്. ഈ ഒരു വാഗ്നറോ? വേഗണർ ഇത് 2018 ഓട്ടോമാറ്റിക്. 2012 ഓട്ടോമാറ്റിക്. ഏതാ ഓപ്ഷൻ വരുന്നത്? VXI MT ഗിയർ ബോക്സ്. 61,000 കിലോമീറ്റർ. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സെക്കൻഡ്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് തന്നെ വരുന്നത്? പ്രൈസ് നമുക്കിതൊരു 4.60 കൊടുക്കാം. 4,60,000 കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്തു. ഈ ഒരു വാഗ്നറോ? ഇത് 2014 LXI. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.5. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഉണ്ട്. എന്താണ്? ഡോറോ ഗ്ലാസ് എന്തൊക്കെ ഉണ്ട്. 2 റീപ്ലേസ്മെന്റ്. ഓക്കെ. പ്രൈസ് ആണ് വരുന്നത്? 2.5 ലക്ഷത്തിന് കൊടുക്കാം. ഇനി എന്താ പറയോ? ലാസ്റ്റ് ഒരു ഫൈനൽ ആക്കി നിങ്ങൾ പറഞ്ഞോളൂ. 2.40 2014 വാഗ്നർ കൊടുക്കുക. ഓക്കെ. ഈ ഒരു ആൾട്ടോ എണ്ണൂറോ? 2018 LXI. 2012 LXI. ഓണർഷിപ്പ് ആയിരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.30. 1.30. റീപ്ലേസ്മെന്റ് 73. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഇല്ല. നല്ല വണ്ടിയാണ്. നല്ല വണ്ടി. പ്രൈസ് ആണ് വരുന്നത്? ഇത് 2.80. 2,80,000. മാക്സിമം ലോൺ. മാക്സിമം. ഓക്കെ. ഈ ഒരു സ്വിഫ്റ്റോ ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ. 2011 VDI. 2011 VDI. സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? 1.3. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? നമുക്കൊരു 2.5 കൊടുക്കാം. 2.5 കൊടുക്കാം. 2013 അല്ലേ? 2011 ഡീസൽ സ്വിഫ്റ്റ് 2.5 ലക്ഷം രൂപയ്ക്ക്. ഓക്കെ. ഈ ഒരു ജനസ്റ്റിലോ? ഇത് 2008 മോഡൽ. 2010. അടുത്ത കൊല്ലം പേപ്പർ എടുക്കേണ്ട വണ്ടി. ഓണർഷിപ്പ് പറഞ്ഞത്? ഓണർഷിപ്പ് സെക്കൻഡ് പറഞ്ഞത്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.1 മുകളിലുണ്ട്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഉണ്ട്. ബോണ്ടോ ഗ്ലാസ്. ഓക്കെ. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്കൊരു ഉറുപ്പ്യ കൊടുക്കാം. 1 ലക്ഷം രൂപയ്ക്ക്. 2010 മോഡല്. ഓക്കെ. ഇന്ത്യക്ക് ഏതാ മോഡൽ വരുന്നത്? ഇത് ഇന്ത്യക്ക് 2010. ഡീസൽ. ഓണർഷിപ്പ് ആയിരുന്നത്? ഓണർഷിപ്പ് തേർഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.14. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ് ഇല്ല. 2010 നല്ല റെഡ് കളിയാണ്. ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു ഇന്ത്യയിലാണ് വരുന്നത്. പക്ഷേ ടയർ എന്തായാലും നിങ്ങൾ മാറ്റേണ്ടി വരുമല്ലോ. ടയർ ഇത് 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ. ഇനി എന്തും കുറയോ? ഇത് കസ്റ്റമർ കുറച്ച് പറഞ്ഞാളേ. ഓന് നമുക്ക് കസ്റ്റമർ കൊണ്ട് വരല്ലേ വേണ്ടിയത്? 95 രൂപ ഫൈനലായിട്ട് കൊടുക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് എത്തിയോസ് ലീവ. റിയാണോ കാറാണോ? റിയാണ് വരുന്നത്. ഏതാ മോഡൽ വരുന്നത്? 2015 GDSP. 2015 അല്ലേ? GDSP ആണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത്? സെക്കൻഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ അല്ലേ? അപ്പൊ 1 മുകളിലുണ്ട്. ജെനുവിൻ ആണ്, പക്ക അല്ല. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഇല്ല. പൈസ വരുന്നത്? ഇത് 4.25 കൊടുക്കാം. 4,25,000. എത്ര ലോൺ കയറും? ഏകദേശം 4 രൂപ ലോൺ. 4 രൂപ. ഇനി എന്താ കുറയാണ്ടോ? ഇല്ല, അത് ഫൈനൽ പ്രൈസ് ആണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് ഈ KUV ആണോ? ഇത് 2018 മോഡൽ. 2018. ഓണർഷിപ്പ് വരുന്നത്? 17 2017. ഓണർഷിപ്പ് വരുന്നത്?
ഓണർഷിപ്പ് ഫസ്റ്റ്. കിലോമീറ്ററോ? കിലോമീറ്റർ 96,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഗ്ലാസ് പൊട്ടി കിടക്കുന്നുണ്ട്. ആ ഗ്ലാസിന് ചെറിയൊരു ക്രാക്ക് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. പ്രൈസ് ആണ് വരുന്നത്? ഗ്ലാസ് എന്തായാലും മാറ്റണോ? അതെ അതെ. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്കൊരു 3 ലക്ഷം രൂപ. 3 ലക്ഷം റുപ്യ. 2017 KUV അണ്ടർ 3 ലക്ഷം റുപ്യ. ഗ്ലാസിന്റെ പൈസ കുറച്ചിട്ട് 295. അങ്ങനെ കൊടുക്കാം. 295. ഓക്കെ. ഈ ഒരു ഇന്നോവ ഏതാ മോഡൽ വരുന്നത്? ഇത് 2006. 26 വരെ പേപ്പർ. G4 അല്ലേ വരുന്നത്? റിയ ആണ് വരുന്നത്. ഓണർഷിപ്പ് ആണത്? ഓണർഷിപ്പ് തേർഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ റിയല്ലേ? കിലോമീറ്റർ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലേ? മറ്റേ ഷോർട്ട് ഉണ്ട്. കാരണം എന്തായാലും ടൊയോട്ടന്റെ വണ്ടി ഒരു 10 ലക്ഷം കിലോമീറ്റർ വരെ നല്ലോണം ഓടും. ലാസ്റ്റ് ഫൈനൽ പൈസ എത്താ? ഇതൊരു 2,75 കൊടുക്കാം. 2,75,000 രൂപയ്ക്ക് 2006 മോഡൽ. ഓക്കെ. ഈ ഒരു ഐറ്റം കൊടുക്കാനുള്ളതാണോ? ഐറ്റം 2010 മോഡൽ. 2010 മോഡൽ ഐറ്റം. ഓണർഷിപ്പ് ആയിരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 94. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് നല്ല ക്വാളിറ്റി വണ്ടി. നല്ല ക്വാളിറ്റി വണ്ടി. എത്ര പ്രൈസ് വരുന്നത്? ഇത് പ്രൈസ് ഒരു 1,40. 1,5 പിടുത്താണ് അവര്. കസ്റ്റമർ നമ്മളതല്ല. പാർക്കർ സെയിലാണ്. ഓക്കെ. ഇന്നോവ 2007 V. 2007 V. അതായത് 2027 വരെ പേപ്പർ. ഓണർഷിപ്പ് ആയിരുന്നത്? ഓണർഷിപ്പ് തേർഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ റിയ അല്ലേ വരുന്നത്? റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ് ഇല്ല. പ്രൈസ് തന്നെ വരുന്നത്? പ്രൈസ് നമുക്കൊരു മാക്സിമം അഡ്ജസ്റ്റ് നോക്കാം. മാക്സിമം കുറച്ച് നോക്കാം. 3,65 ആയിരിക്കും. 3,65. 2007 മോഡൽ 3,65. ഈ ഒരു ഇൻഡിക CS 2014. 2014. ഓണർഷിപ്പ് തേർഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല റീപ്ലേസ് ഇല്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ്? ഇത് നമുക്കൊരു 1,20 കൊടുക്കാം. 1,20. ഓക്കെ. ഈ ഒരു സണ്ണി കൂട്ടണോ? സണ്ണി റിയ ആണോ അല്ലെങ്കിൽ പെട്രോൾ? റിയ അല്ല, കേരള ആണ് വരുന്നത്. XL ആണ് വരുന്നത്. ഓണർഷിപ്പ് ആയിരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ്. ഏതാ മോഡൽ പറഞ്ഞത്? 2012. 2012. കിലോമീറ്ററോ? കിലോമീറ്റർ 1 ലക്ഷം. 1 ലക്ഷം. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ് ഇല്ല. ഒന്നുമില്ല. പ്രൈസ് തന്നെ വരുന്നത്? 1,95. 1,95. ഓക്കെ. ഈ ഒരു മൈക്ര സണ്ണി കൂട്ടണോ? ഇത് 2015 XV പ്രീമിയം. 2015 XV. ഓണർഷിപ്പ് വരുന്നത്? ഇത് സിംഗിൾ. കിലോമീറ്ററോ? കിലോമീറ്റർ 1. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ് ഇല്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ്? നമുക്ക് കേരളാണോ? ഒറിജിനൽ കേരള 2.5 കൊടുക്കാം. 2.5 കൊടുക്കാം. ഓക്കെ. ഈ റിഡ്സോ? റിഡ്സ് 2013. 2013. ഡീസൽ വീഡിയോ. ഓണർഷിപ്പ് ആയിരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 95. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ് ഉണ്ട്. ബോണറ്റ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ലാസ്റ്റ് ഫൈനൽ പ്രൈസ്? ഇത് നമുക്കൊരു 3,15 കൊടുക്കാം. 3,15,000 രൂപയ്ക്ക്. ഈ ഒരു ഈക്കോ 2020 മോഡൽ. 2020 മോഡൽ. ഓണർഷിപ്പ് ആയിരുന്നത്? സെക്കൻഡ്. കിലോമീറ്റർ? കിലോമീറ്റർ 50,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ് ഇല്ല. 5 സീറ്റർ ആണ് വരുന്നത്. വിത്ത് AC ആണോ? പ്രൈസ് ലാസ്റ്റ് നമുക്കൊരു 3,75 കൊടുക്കാം. 3,75,000. ഈ ഒരു ഒമനിയോ? ഇത് 2007 മോഡൽ. എത്ര കൊടുക്കാം? 65 രൂപ കൊടുക്കാം. 65 രൂപയ്ക്ക് 2007 മോഡൽ ഒമനി കൊടുക്കാം. ഓക്കെ. ഈ ഒരു ആൾട്ടോ ഇത് എസ്റ്റാർ മോഡൽ എടുത്തത്? 2010 LXi. 2010 LXi. എത്ര കൊടുക്കാം? ഇത് നമുക്കൊരു 1,20 കൊടുക്കാം. 1,20. എത്ര ഓട്ടം വന്നിട്ടുണ്ട്? ഇതൊരു 1 ലക്ഷത്തിന് മുകളിലുണ്ട്. 1 ലക്ഷത്തിന് മുകളിലുണ്ട്. ഓക്കെ. ഈ ഒരു ഇത് ഇൻഡിക്ക പിന്നെ 2010 തന്നെ. 2010 ആണ്. മൻസ. 2010 മൻസ. ഏതാ മോഡൽ പറഞ്ഞത്? 2010. ഓണർഷിപ്പ് തേർഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1,10. 1,10. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. പ്രൈസ് ആയിരുന്നത്? പ്രൈസ് നമുക്ക് 1,10 കൊടുക്കാം. 1,10 കൊടുക്കാം. ഈ ഒരു സ്വിഫ്റ്റോ? അത് സോൾഡ്. അതോ ഡസ്റ്ററോ? ഡസ്റ്റർ 2014 രജിസ്ട്രേഷൻ. 85. ഓണർഷിപ്പ് ആയിരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1,2. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ് ഇല്ല. ഒന്നുമില്ല. പ്രൈസ് ആയിരുന്നത്? ലാസ്റ്റ് 3,75 കൊടുക്കാം. 3,75,000. മാക്സിമം ഓൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. നെക്സ്റ്റ് വരുന്ന എത്തിയോസ് ഏതാ മോഡൽ വരുന്നത്? 2015. റിയ ആണോ കേരള ആണോ? ഇത് റിയ ആണ് വരുന്നത്. ഓണർഷിപ്പ് ആയിരുന്നത്? ഓണർഷിപ്പ് തേർഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.5 മുകളുണ്ടാവും. ഓക്കെ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? നമുക്കൊരു 4,5 ഫൈനൽ. 4,5 ഫൈനൽ ആയിട്ട് 2015 മോഡൽ എത്തിയോസ് കൊടുക്കാം. ഓക്കെ. ഇനി കഴിഞ്ഞിട്ടില്ല. നമ്മൾ നേരെ യാർഡിലേക്ക് കയറാൻ പോകണം. യാർഡിൽ ഒരുപാട് കാറുകളുണ്ട്. ഓക്കെ. ഈ ഒരു സ്വിഫ്റ്റ് ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ 2018 VDI. 2018 VDI ആണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത്?
സിംഗിൾ കിലോമീറ്ററോ 1.5 മുകളിലുണ്ട്. 1.5 മുകളിൽ ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഇല്ല. ഹിസ്റ്ററി അവൈലബിൾ അല്ലേ? Available. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? നമുക്ക് 5.20 ഫൈനൽ 5.20 2018 ഡീസൽ വണ്ടി ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? മറാസ ഏതാ മോഡൽ വരുന്നത്? 2020. ഓൺഷിപ്പ് വരുന്നത് സിംഗിളിന്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.14. ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ ബേസ് മോഡലാണ്. ബേസ് മോഡൽ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ് ഇല്ല. ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? നമുക്കിതൊരു 7 ഉറുപ്പ്യ കൊടുക്കാം. 7 ലക്ഷം റുപ്യ. എത്ര ലോൺ കയറും? 8 ഉറുപ്പ്യ കൊടുക്കാം. 8 ഉറുപ്പ്യ ലോൺ കൊടുക്കാം. 8 രൂപ ലോൺ കൊടുക്കാം. അപ്പൊ 1 ലക്ഷം റുപ്യ ക്യാഷ് ബാക്ക് ഉണ്ട്. ഓക്കെ, എം ജി ഓട്ടോമാറ്റിക് അല്ലേ വരുന്നത്? ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ ആണ് വരുന്നത്. ഏതാ മോഡൽ വരുന്നത്? 2019-20 രജിസ്ട്രേഷൻ. 2019-2020 രജിസ്ട്രേഷൻ. ഏതാ ഓപ്ഷൻ വരുന്നത്? ഫുൾ ഓപ്ഷൻ ആണെന്ന് തോന്നുന്നു. സൺറൂഫ് ഒക്കെ വരുന്ന ടൈപ്പാണ്. 69,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ് ഇല്ല. ഒന്നുമില്ല. ഏത് 2019 അല്ലേ? 2019-2020 രജിസ്ട്രേഷൻ ആണ് വരുന്നത്. പക്ക കേരള വണ്ടി. 69,000 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. പ്രൈസ് തന്നെ വരുന്നത്? ഇതിപ്പോ ഒരു 12.5 കൊടുക്കാം. 12 ലക്ഷം റുപ്യ. എത്ര ലോൺ കയറും? 10 ഉറുപ്പ്യ 10 രൂപ. 2 ലക്ഷം റുപ്യ വണ്ടി സുഖമായിട്ട് ഇവിടെ നടക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ഈ കിഡ് എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2017 cc. 2017 cc ആണ് വരുന്നത്. ഓൺഷിപ്പ് വരുന്നത് സിംഗിൾ. കിലോമീറ്ററോ? കിലോമീറ്റർ 60. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. ഒന്നുമില്ല. പ്രൈസ് തന്നെ വരുന്നത്? പ്രൈസ് നമുക്ക് 2.70 കൊടുക്കാം. 2,70,000. എത്ര ലോൺ കയറും? ഏകദേശം ഫുള്ള് കയറും. എത്തിയോസ് ലീവ് ഡുവൽ ടോണിൽ വരുന്നത്? 2017 VXD. 2017 VXD ആണ് വരുന്നത്. ഓൺഷിപ്പോ? സെക്കൻഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 90. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. പ്രൈസ് ആണ് വരുന്നത്? നമുക്ക് 6.95 കൊടുക്കാം. 6,95,000. എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഐറ്റൻറ്റിയോ? ഇത് 2015 ആസ്റ്റ. 2015 ആസ്റ്റ പെട്രോൾ. ഓൺഷിപ്പ് വരുന്നത്? ഓൺഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.20. 1.20. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ് ഇല്ല. ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ്? നമുക്കൊരു 3.75 കൊടുക്കാം. 3.85 കൊടുക്കാം. 3.85. 2015 3.85 കൊടുക്കാം അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന സ്വിഫ്റ്റ് ഏതാ മോഡൽ വരുന്നത്? ഇത് 2013 VXI. 2013 VXI. ഓൺഷിപ്പ് വരുന്നത്? ഓൺഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 85. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ്? 3.4 മാക്സിമം കുറയ്ക്കാം. ലാസ്റ്റ് പറഞ്ഞോളി. ഒരു 3.15 2013 പെട്രോൾ അല്ലേ? ഡിസൈർ കൊടുക്കാം. ഓക്കെ, ഈ ഒരു സ്വിഫ്റ്റോ? ഇത് 2017 VXI തന്നെ. 2017 VXI. ഓൺഷിപ്പ് വരുന്നത്? സിംഗിൾ. കിലോമീറ്ററോ? കിലോമീറ്റർ 72. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ് ഇല്ല. റീപ്ലേസ് ഉണ്ട്. രണ്ട് ഡോർ ഉണ്ട്. 2 ഡോർ റീപ്ലേസ്മെന്റ്. പ്രൈസ് ആണ് വരുന്നത് ലാസ്റ്റ്? പ്രൈസ് നമുക്ക് 4.40 കൊടുക്കാം. 4.45 കൊടുക്കാം. ഓക്കെ, ഈ ഒരു സ്വിഫ്റ്റ് ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ VDI. ഏതാ മോഡൽ വരുന്നത്? 2018 തന്നെ. 2018. ഓൺഷിപ്പ് വരുന്നത്? സിംഗിൾ. കിലോമീറ്ററോ? കിലോമീറ്റർ 60. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ് ഇല്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ്? ഇതൊരു 6.25. 6,25,000. മാക്സിമം ലോൺ ചെയ്തു. ഓക്കെ, ഈ ഒരു എക്സെന്റോ? എക്സെന്റ് 2014. 2014. ഓൺഷിപ്പ് വരുന്നത്? സിംഗിൾ. കിലോമീറ്ററോ? കിലോമീറ്റർ 1. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ്? നമുക്കൊരു 3 ഉറുപ്പ്യ കൊടുക്കാം. 3 റുപ്യ കൊടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? i20. 2013-14 രജിസ്റ്റർ ആസ്റ്റ. 2013-14 രജിസ്ട്രേഷൻ ആസ്റ്റ. ഓൺഷിപ്പ് വരുന്നത്? ഓൺഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ 1. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. ഒന്നുമില്ല. ലാസ്റ്റ് പ്രൈസ് എത്ര വരുന്നത്? നമുക്കൊരു 3.85 കൊടുക്കാം. 2,85,000 രൂപ കൊടുക്കാം. ഓക്കെ, ഈ ഒരു വാഗ്നറോ? ഇത് 2011 VXI. 2011 VXI. ഓൺഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ 1. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. റീപ്ലേസ് ഇല്ല. എത്ര കയറും പ്രൈസ്? ഇത് 2.25 ചോദിക്കുന്നുണ്ട്. നമുക്ക് 2.15 ആ റേഞ്ചിലൊക്കെ കൊടുക്കാം. ഓക്കെ, ആ WRV കാണിക്കാമല്ലോ അല്ലേ? അതെങ്ങനെ ഡീറ്റെയിൽസ് വന്നത്? 2017 ഫുൾ ഓപ്ഷൻ. 2017 ഫുൾ ഓപ്ഷൻ. ഡീസൽ. ഓൺഷിപ്പ് സിംഗിൾ. കിലോമീറ്ററോ? കിലോമീറ്റർ 1.5. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ് ഇല്ല. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്കൊരു 7 ഉറുപ്പ്യ 7.10 കൊടുക്കാം. 7.10. 7 രൂപ ഫൈനൽ ആക്കി. 7.15 നമ്മൾ ചോദിക്കുന്നത് ഇവിടെ. അപ്പൊ 7 രൂപ. ഓക്കെ, മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു i20യോ? ഈ i20 ഏതാ മോഡൽ വരുന്നത്? 2015 i20 അല്ലേ? ഓൺഷിപ്പ് വരുന്നത്? ഓൺഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.40. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. പ്രൈസ് തന്നെ വരുന്നത്? ഇത് 4.85. 4,85,000. ഓക്കെ, ഇയോണോ? ഇയോണ് 2015 മോഡൽ മാഗ്ന. 2015 മാഗ്ന. ഓൺഷിപ്പ് സിംഗിൾ തന്നെ. കിലോമീറ്ററോ? കിലോമീറ്റർ 80. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? 1.85. 1,85,000. ഓക്കെ,
ബൈജുക്ക ഈ ഒരു ഐറ്റം എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2011 മോഡല്. 2011. ഓൺഷിപ്പ് ആയിരുന്നത് 3. കിലോമീറ്ററോ? കിലോമീറ്റർ 1. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. പ്രൈസ് എങ്ങനെ ലാസ്റ്റ്? നമുക്കിത് 1.85 ഫൈനൽ കൊടുക്കാം. 1,85,000 രൂപയ്ക്ക് ഫൈനലായിട്ട് കൊടുക്കാം. ഓക്കെ. ഈ ഒരു XUV-യോ? ഈ XUV 2016 മോഡൽ ഓട്ടോമാറ്റിക് ആണോ? W6 ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.20. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്. ഇത് നമുക്കൊരു പോട്ടെ, മാക്സിമം കുറച്ചിട്ട് പറഞ്ഞോളി, കുറച്ചോളി, ആലോചിച്ചോളി, ഒരു കുഴപ്പമില്ല, എത്ര വേണമെങ്കിൽ ആലോചിച്ചോളി. നമുക്കൊരു 7.30 കൊടുക്കാം. ഞാൻ എത്ര നേരം ആലോചിക്കാൻ പറഞ്ഞു. 30 എന്തെങ്കിലും കുറച്ചാളി നിങ്ങള്. ഇത് 7.60 പാർക്കർ സെയിലാണ്. നമുക്ക് 7 രൂപ ആക്കിയാലോ? 7.20 നമുക്ക് 7 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഈ ഒരു i20 പുതിയ ഒന്നല്ലേ, എന്ന് വന്ന് കയറിയാന്നല്ലേ? ഈ ഒരു i20 എങ്ങനെ ഡീറ്റെയിൽസ് വന്നത്? ഇത് 2017-18 ഡീസൽ ആണോ അല്ല പെട്രോൾ ആണോ? ഡീസൽ 2017. ഓൺഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.10. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് ഇതൊരു 4.85 കൊടുക്കാം. 4.85 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. അതിന് നമ്മൾ കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? ഇത് കരിപ്പൂര് കുമ്മിണിപ്പറമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കരിപ്പൂർ എയർപോർട്ടിന്റെ ബാക്കിൽ നേരെ പെട്രോൾ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് കാർ വണ്ണിലുള്ളത്. ബൈജുക്കാരുടെ നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വിളിച്ചോളി, മിസ്സാക്കാൻ നിൽക്കണം. ഇത് നിങ്ങൾക്കുള്ള ഒരു അവസരമാണ്.